നമുക്ക് ചിന്നുവിനെ വിളിക്കാം. ചിന്നു വരും. പറഞ്ഞത് കേസരിയല്ല, എന്താ ക്ഷീര എന്നാ പറഞ്ഞത്. പൈനാപ്പിളും റവയും ധാരാളം നെയ്യ് ചേർക്കുന്നു പറയുന്നു അല്ലേ? അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചിന്നു തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്വീറ്റ് പൈനാപ്പിൾ ആൻഡ് റവ എങ്ങനെയാണ് കണ്ടു നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ക്ഷീരയാണ്. ആദ്യം 3/4 കപ്പ് നെയ്യ് ചൂടാക്കിയിട്ട് 1.5 കപ്പ് റവ അതിലിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കണം. 1.5 കപ്പ് എടുത്തതുകൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ട് വറുക്കണം. ഒരു 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും 1 കപ്പാണ്. നന്നായിട്ട് നെയ്യിൽ കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റണം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യണം. റവ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കട്ട കെട്ടാൻ പാടില്ല. അല്ലാതെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് ഇളക്കി നല്ല വെന്ത് കഴിയുമ്പോൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്യണം. നന്നായിട്ട് ഷുഗർ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ക്ഷീര തന്നെയല്ലേ കേസരി? കേസരിയാണെന്ന് വെച്ചാൽ അല്ലല്ല, കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ചേർത്തിട്ട് ക്ഷീര ഉണ്ടാക്കാൻ. പൈനാപ്പിളിൻ്റെ സ്വാദ് വരണം, റവയുടെ സ്വാദായി പോകരുത് കേട്ടോ. നന്നായിട്ട് പാത്രത്തിൽ നിന്ന് പൊട്ടി ഇളകുന്നതിന് മുമ്പേ
ഇളകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ കുറച്ച് നെയ്യിൽ റവ വഴട്ടും. അതിനുശേഷം പൈനാപ്പിൾ ചേർക്കും. അപ്പോൾ റവ ചേർക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം പൈനാപ്പിൾ ചേർക്കാൻ. അതിനുശേഷം റവയുടെ ക്വാണ്ടിറ്റി പഞ്ചസാര ചേർക്കും. കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കും. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഒട്ടുന്ന പരുവം മാറുമ്പോൾ എടുത്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. തണുക്കുമ്പോൾ കട്ട് ചെയ്യാം. എനിക്ക് തോന്നി, കണ്ടിട്ട് എന്താ തോന്നിയത്? കൃഷ്ണയ്ക്ക് തോന്നി ഒരു കേസരി. അതെ, കേസരി ഫീലിംഗ് ഉണ്ട്. റവ കേസരി അല്ലേ, റവ കേസരി ബാത്ത്. ഇനി ഞങ്ങളൊന്ന് നോക്കാം. കളർ കിട്ടുന്നുണ്ട്. കളർ ഇട്ടു. കേസരിയിൽ പൈനാപ്പിൾ ഇട്ട് ചെയ്യുന്ന കേസരി ഇപ്പോൾ ഉണ്ട്, നിലവിലുള്ള ഒരു ഐറ്റമാണ്. ഐഡിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയത് മധുരം കുറവാണ്, പുളി കുറച്ച് കയറി നിൽക്കുന്നു. പൈനാപ്പിളിൻ്റെ ആ ഒരു സാർ ടേസ്റ്റ്. നെയ്യ് പാകമാവും. നെയ്യ് കറക്റ്റാണ്. അധികം നെയ്യ് കൂടുതലൊന്നുമില്ല, കുറച്ചുകൂടെ കൂടുതൽ ആയാലും കുഴപ്പമില്ല. നെയ്യ് ഒരുപാട് ചേർത്തെന്ന് പറഞ്ഞാൽ അത്ര ഇതിൽ കണ്ടില്ല, പാകമായിട്ടേ ഉള്ളൂ. പക്ഷേ മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. പഞ്ചസാര എത്ര ഇട്ടേ? 3/4 കപ്പ്. എത്ര റവ ഉണ്ടായിരുന്നു? 1.5 കപ്പ്. 1.5 കപ്പ് കുറവാണ്. 3/4 കപ്പ്. നമ്മുടെ പ്രത്യേകിച്ച് പൈനാപ്പിളും കൂടി വരുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത്. മിൽക്ക് മെയ്ഡിന് ചേർത്താലും അത്രയും മധുരം കിട്ടില്ല. ഇത്രയും നമ്മൾ പഞ്ചസാര ഇടുന്ന മധുരം അതിൽ വരില്ല. അതാണ്. പക്ഷെ ഒരു പക്ഷേ കുറച്ചുകൂടെ സ്വീറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയും എനിക്ക് തോന്നുന്നു ഒരു 1.25 കപ്പോളം പഞ്ചസാരയും നെയ്യ് കുറച്ചുകൂടി ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. മേ ബി നെക്സ്റ്റ് ടൈം ചിന്നു വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. ഓക്കെ. പൈനാപ്പിൾ എന്ന് കേട്ടപ്പോൾ ചെറിയൊരു പേടി തോന്നി. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കേസരിയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. അതിന് ഞാൻ ഷീരയെന്ന് പേരിട്ടു. അത് മേഡം വന്ന് രണ്ടും ഒന്നാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ജഡ്ജ്മെൻറ്റിൽ മേഡം പറഞ്ഞു കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടുതൽ വേണമായിരുന്നെന്ന്. ഇനി അത് വീട്ടിൽ ചെയ്യുമ്പോൾ അത് കൂടുതലിട്ടിട്ട് ട്രൈ ചെയ്യും.